സംഭവം ഇത്രയും ഉള്ളൂ. DICG വെബ്സൈറ്റിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിൽ ക്ലിയർ ആയി പറയുന്നുണ്ട്, ഒരു ബാങ്കിൽ ഒരാൾക്ക് FD യുടെ പുറത്ത് 5 ലക്ഷം രൂപയെ കിട്ടത്തുള്ളൂ പരമാവധി. പക്ഷെ ഇതേ ഒരാൾക്ക് വേറൊരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും അതിനും ലഭിക്കും 5 ലക്ഷം രൂപ. ലോവർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകളെ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയ 10 ലക്ഷം രൂപയാണെന്ന് കരുതുക. ആ 10 ലക്ഷം രൂപ നിങ്ങളുടെ ഒരു ബാങ്കിൽ 5 ലക്ഷം രൂപയും വേറൊരു ബാങ്കിൽ 5 ലക്ഷം രൂപയും ഇട്ടാൽ ആ ഒരു ഫണ്ട് ടോട്ടലി പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ DICG ഇൻഷുർഡ് ആയിട്ടുള്ള എല്ലാ ബാങ്കിലും ഇത് ലഭിക്കും. നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇല്ല, എത്ര ബാങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം. പിന്നെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം, 1 കോടിയോ 2 കോടിയോ ഇട്ട ഒരാൾക്ക് ഇത് പറ്റുമോ എന്ന് ചോദിച്ചാൽ, ലോജിക്കലി അത് പാടാണെങ്കിലും കുറച്ച് ബാങ്കുകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇട്ടാൽ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലീഗൽ അല്ല. ഇറ്റ്സ് ബേസ്ഡ് ഓൺ RBI ഗൈഡ് ലൈനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇതൊരു സ്മാർട്ട് മൂവ് ആണ്, അല്ലാതെ ഫ്രോഡോ മാനിപ്പുലേഷനോ ഒന്നുമല്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം കാണും, ഇൻ കേസ് ബാങ്ക് കൊളാപ്സ് ആയാൽ DICG ഇൻഷുറൻസ് ഉണ്ട്, എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫണ്ട് ലഭിക്കും? വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഫണ്ട് ലഭിക്കും. പിന്നീട് ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം, എല്ലാ DICG ഇൻഷുർഡ് ബാങ്കിലും 5 lakhs rupees ലഭിക്കുമോ? കിട്ടും എന്നതാണ് ഇതിനുള്ള ഉത്തരം. ഇറ്റ്സ് മീ മിഥുൻ. ബൈ.